മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ മത്സരം തകൃതിയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീഷ്മ ആൻഡ് ആതിര വിജയൻ. ഞാനും ശ്രീഷ്മയും ഇന്ന് ക്യാരക്ടർ ഡ്യൂട്ടി റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കക്കറുമ്പി. ഈ പാട്ടാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു സോങ് ഞങ്ങൾ പാടുന്നത്. കാരണം ഇത് പാടിയ ആളും അതുപോലെ തന്നെ അഭിനയിച്ച ആളും ആ വേദിയിലുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തകർക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ തകർക്കാം. രണ്ടുപേര് ഏത് ക്യാരക്ടേഴ്സ് ആയിട്ടാ വന്നിരിക്കുന്നേ? ഞാൻ മാധവനും ജോയും മനസ്സിലായി. അപ്പോ കാഴ്ച എന്ന സിനിമയിലെ കുട്ടനാടൻ കായൽ. പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പം പഴം കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതേ. അമ്പിളി ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമൃതേ. കുട്ടനാട് കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പം പഴം കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര. തിര കരയോട് തിരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി. തിരയോട് കരമെല്ലെ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമ്മി പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പം പഴം കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ. അലകടലല അല ഇളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അലകടലല അല ഇളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. വിരൽ തൊട്ടു മണൽ തരി അതിലൊരു നുര ചെറുപദ നുര. നുര കരയിലെ മണലിന് കടലൊരു കുറി ചൊല്ലി. കുറിമാനം എടുത്തൊരു തെന്നലിനു കര നൽകി. തെന്നലതു പറ പറ നഗലത്തെ മുളയുടെ കരളിന്റെ കരളിലെ കനവിന് കട നൽകി. മുളപാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം കാടറിഞ്ഞേ നാടറിഞ്ഞേ. തും 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 കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം
ഗംഭീര പെർഫോമൻസ്, കലക്കി കേട്ടോ, രണ്ടുപേരും കലക്കി. നല്ല പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങളുടെ പെർഫോമൻസ് ഇന്നത്തെ? ഞങ്ങള് അടിച്ചു പൊളിച്ചു അല്ലേ? അടിച്ചു പൊളിച്ചു അല്ലെ മധുചേട്ടാ? അവർ അടിച്ചു പൊളിച്ചെങ്കിൽ പിന്നെ നമ്മള് എന്തെങ്കിലും മറന്നുപോയോ? അത് ശരിയാണല്ലോ, നമ്മൾ അതിന്റെ ആഹ്ലാദത്തില് ഞങ്ങൾ അതൊരു കാര്യം വിട്ടുപോയി. വിട്ടുപോയോ? അതെ, ആ കാര്യം വിട്ടുപോയത് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഗോൾഡൻ ബസർ രാശി രണ്ടാമത്തെ ഗോൾഡൻ ബസറാണ് നേടിയിരിക്കുന്നത്. കലക്കി രാശി. ഈ രാശിയെ സ്ഥിരമായിട്ട് ഇവിടെ ഇരുത്തിയല്ലോ. അതെ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു മത്സരാർത്ഥിക്ക് ഒറ്റ ദിവസം തന്നെ 2 ഗോൾഡൻ ബസർ അല്ലേ? ഇനി എന്ത് വേണം ശ്രീഷ്മ? കലക്കി. ഇതിനൊക്കെ കാരണക്കാരൻ ഒരാൾ ഇവിടെ ഉണ്ട്. സ്മരണ വേണം. എപ്പിസോഡ് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു മനോജേട്ടന്റെ ആ ഒരു ഐശ്വര്യം ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ, ആ ഒരു രാശി എല്ലാവർക്കും കാണട്ടെ എന്ന് ഈ വീടിന്റെ നാഥൻ എഴുതി വെച്ചോളൂ. ഞങ്ങള് ശ്രീഷ്മയും ആതിരയും നന്നായി പാടി കേട്ടോ. എനിക്കൊരു ചെറിയ സജഷൻ ഉള്ളത്, നീ ഉടുപ്പിന്റെ ആ കളങ്കളം ഉണ്ടല്ലോ, അത് താഴെ കൈലിയാവുകയും ഇത് ഈ നീലയും ചുവമ്പും ഉടുപ്പായിരുന്നു കുറച്ചുകൂടെ നന്നായി ഇല്ലേ? മമ്മൂക്ക അതിനകത്ത് വെള്ളമുണ്ടും ഷർട്ടും, പുള്ളി ഓപ്പറേറ്റർ ആണല്ലോ, എന്റെ പ്രൊജക്ടർ ഓപ്പറേറ്റർ അല്ലേ. ഞാൻ വള്ളക്കാരൻ ചോയി വെള്ളം തൊഴിഞ്ഞ് നടക്കുന്നതാണ്, ഞാൻ ഈ കയ്യിൽ കൊടുത്ത് എപ്പോഴും നടക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു രാത്രിയിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി കുട്ടനാടൻ കായലിന് നടുക്ക് പോയിട്ട് വെള്ളമൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വാളത്തിലേക്ക് കൂട്ടി കപ്പയും മീനും ഒക്കെ കഴിച്ച് ശിവാജി ഗണേശന്റെ ഡയലോഗ് ഭയങ്കര വീക്ക്നെസ് ആണ് മമ്മൂക്കയുടെ. മാധവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് എനിക്കറിയാം. അപ്പൊ 2 അടിച്ചു കഴിയുമ്പോഴത്തേക്കും മാധവടാ ആ ശിവാജിയുടെ ഡയലോഗ് ഒന്ന് ഇറക്കി കേക്കട്ടെ. അത് വേണ്ട, ഒന്ന് കേക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ശ്രീ വറി വട്ടി വാനം പൊഴിക്കരുത് ഭൂമി വിളകരുത് ഉനക്കിയേൻ കൊടുക്കത് அங்க நாட்டுத்தாய களபரிச்சாய கஞ்சிக்கலம் சுமந்தாய அங்க கொஞ்சி விளையாடும் மென்குல பெண்களுக்கு மஞ்சள் அரைத்து பணி புழிந்தாയ. മച്ചാ ഇത് മമ്മൂക്ക എടുത്ത് പെർഫോം ചെയ്തു, ശിവാജിയെ പോലെ പെർഫോം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു 3 അടിച്ച് ചെയ്യുമ്പോൾ ഒരു മൂഡ് വരുവാണ്. അപ്പൊ എന്നാ ഒരു പാട്ട് പിടിപ്പിച്ചാലോ എന്ന് തോന്നിട്ട് ആ വള്ളത്തെ കയറിന്നിട്ട് ഞാനിങ്ങനെ ടക് 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 ഈ വള്ളം ഇങ്ങനെ ഊന്നിക്കൊണ്ടാണ് തുടക്കം അതിന്റെ. ബ്ലസ്സിയുടെ ആദ്യ സിനിമ. ബ്ലസ്സിയും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ആത്മബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ സിനിമ തുടങ്ങിയപ്പോ എന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പക്ഷേ ഈ വിളി അതാണ് രസം, ദൈവം അവിടെ വരുത്തിച്ച് ആ അനന്തഭദ്രം ചെയ്തോണ്ടിരിക്കുക. അനന്തഭദ്രം ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ ബ്ലസ്സിയുടെ കോൾ വരുന്നു. മനോജ്, ഞാനൊരു സിനിമ ചെയ്തോണ്ടിരിക്കുകയാണ്, മമ്മൂക്കയാണ്, ഇപ്പൊ ഒരു 5 ദിവസം വേണം നിങ്ങളുടെ ഒരു നല്ല പാട്ടും ഉണ്ട്, ഒരു 4-5 സീനും ഉണ്ട്, ചെയ്യാൻ പറ്റുമോ? ഞാൻ ഏത് ദിവസങ്ങളാണ്? ഇന്ന ദിവസങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു രക്ഷയില്ല, അവിടെ അനന്തഭദ്രം നടക്കുക, മണിയുണ്ട് അവിടെ, അവനുമായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ അവിടെ നടക്കുക. അപ്പം അതിന്റെ കൂടെ ബ്ലസ്സി പറഞ്ഞു, ഇത് മണി ചെയ്യാനിരുന്ന ക്യാരക്ടർ, അതുകൂടെ പറയണം കേട്ടോ. മണി ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്, അപ്പൊ അവൻ ചെയ്യാനിരുന്നതുകൊണ്ട് അവനെ കൊണ്ട് തന്നെ പാടിച്ചാണ്. ഞാൻ മണി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ മണിയോട് പറഞ്ഞു, എടാ നീ ചെയ്യാറുന്നൊരു പടം ഇപ്പൊ എന്നെ വിളിക്കുന്നു. ചേട്ടാ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യട്ടെ, ഞാൻ ഒരു തമിഴ് പടത്തിന്റെ ഭയങ്കര ക്ലാഷിൽ നിൽക്കുകയാണ്. ഞാൻ കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമില്ല. എനിക്കെന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല. അങ്ങനെ മണിയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പൊ ചരിത്രം എടുത്ത് നോക്കിയാൽ കലാഭവൻ മണി അവന് വേണ്ടി പാടുന്നില്ലാതെ വേറൊരു ആക്ടർക്ക് വേണ്ടി പാടിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമാണ്. അതെ, ശരിയാണ്. അതെ, അങ്ങനെ ഒരു ഭാഗ്യം ഇതിനകത്തുണ്ട്. അങ്ങനെ മധുവിന്റെ വോയിസ് മമ്മൂക്കായ്ക്കും മണിയുടെ വോയിസ് എനിക്ക് കിട്ടി. ഒരു പാതിരായ്ക്ക് ഒരു 10-10:30 തുടങ്ങി, വെളുപ്പിനെ 4-5 മണിക്ക് പാട്ട് തീർന്നു. ഒറ്റ ദിവസത്തെ ഷൂട്ട് ഭയങ്കര സ്പീഡില് ബ്ലസ് ചെയ്ത്. കാരണം പിറ്റേ ദിവസം ഗുജറാത്തിൽ പോകണം, മറ്റേ ആ ഗുജറാത്ത് സ്പോർട്സ് അതെടുക്കാനായിട്ട് രാവിലെ എല്ലാവരും ഫ്ലൈറ്റ് പോകേണ്ടതുകൊണ്ട് വെളുപ്പിനെ അവരെ ഷൂട്ട് ചെയ്തു. പക്ഷെ തീർത്തും എന്നുള്ളതാണ്, നമുക്ക് ഡാൻസ് ചെയ്യാൻ ഇച്ചിരി മടിച്ചു. ഞാൻ പിന്നെ നമുക്ക് പൊതുവെ ഡാൻസ് എന്ന് കേട്ട കലിപ്പാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എന്നോട് ഇവരെല്ലാം ഒന്ന് റെക്കമെൻഡേഷൻ എന്റെ അടുത്താ, കാരണം ഞാൻ എന്റെ അടുത്ത ആളാന്നുള്ള ധാരണയില്ല. അപ്പൊ ബ്ലെസ്സിയും പറഞ്ഞു, മനോജ് ഒന്ന് കുറച്ച് ചെറിയ സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞു. ഞാൻ നമുക്ക് കുറച്ച് ശരിയാവില്ലെന്ന് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ കുറച്ച് ചെയ്യ്, അവസാനമെങ്കിലും കുറച്ച് നോക്കാം. അങ്ങനെയാണ് ലാസ്റ്റ് ഇത് മാത്രം ചെയ്ത് അവസാനിപ്പിച്ചു. അങ്ങനെ നമുക്ക് ഡാൻസും ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഈ പാട്ട് പാടിയ ആളോട് തന്നെ നമുക്ക് പാട്ടിനെ കുറിച്ച് ചോദിക്കാം. മധുചേട്ടാ, എന്ത് പറയാൻ, ഇവര് തകർത്തല്ലോ. അതെ, വളരെ മനോഹരമായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി, നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും ഉഗ്രനായിട്ട് പാടി. ഞാനും ബ്ലസ് ചേട്ടന്റെ ഫസ്റ്റ് പടത്തിൽ ഈ ഒരു പാട്ട്, പിന്നെ അത് കൂടാണ്ട് ബ്ലസ് ചേട്ടന് വേണ്ടിയിട്ട് കൽക്കത്ത ന്യൂസ് എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ ആ പാട്ടും മനോജേട്ടന് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചിരുന്നു. മനോജേട്ടൻ വിളിച്ച് പറഞ്ഞു. അതെ, വേറൊരു വലിയ സംഭവമുണ്ട്. ആശ, എൻ്റെ വൈഫ് ആശ എന്നെ ആദ്യം എന്നോടുള്ള ഭയങ്കര ഇഷ്ടം തോന്നാൻ കാര്യമുള്ളൊരു കാര്യം, അവർ UK-ലായിരുന്നു, അവർ ഡിവോഴ്സിലായിരുന്നു ആ സമയത്ത്. അപ്പം
എൻ്റെ ഒരു ഇന്റർവ്യൂ ഇത് ടെലികാസ്റ്റ് ആവുന്നു. ഇവർ അതവിടെ UK കാണുന്നു. ഓക്കെ. അപ്പൊ അതിനകത്ത് എൻ്റെ മോളെ കുറിച്ചുള്ള ആ ഒരു അറ്റാച്ച്മെന്റും മോളെ ഞാൻ ഒറ്റയ്ക്ക് മോളെ കൊണ്ട് ഞാൻ ജീവിക്കുന്ന സമയമാണ്. അപ്പൊ അതെല്ലാം കേട്ട് അതിനുശേഷം ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടിയത് എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളിനീട് എന്ന 4 ലൈൻ പാടി. ഓക്കെ. അപ്പൊ ഇത് കല്യാണത്തിന് ശേഷം എന്നോട് പറഞ്ഞു, അയ്യോ ആ പാട്ട് നന്നായി പാടി, മധുവാർഷം പാടിയ പാട്ട് എന്ത് നല്ല പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കണക്ഷൻ, ആശയമായിട്ടുള്ള എന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു കണക്ഷൻ ആ പാട്ടിനുണ്ട്. ആണല്ലേ? ആ, ഓ, ശരി. മത്സരേട്ടാ, അങ്ങനെയാണെങ്കിൽ അത്ര മതി. രാശി രാശി നമുക്ക് ഇവിടെ രാശി രാശി കൊണ്ട് മാറുവാണോ? എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എന്റേതെന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീടും. തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തേടിയെടുക്കാനായി, നെഞ്ചോരം നാളം തേടിയോ. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എന്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളെ മോഹം കൈനീട്ടുന്നു വീണ്ടും. നെഞ്ചോരം നാളം തേടിയോ. മഞ്ജരി കുട്ടനാടൻ കായലിലെ ഞങ്ങളെ അവിടെ എത്തിച്ചു. സത്യം അതിമനോഹരമായ പെർഫോമൻസ്. അപ്പൊ ഈ 2 കുളന്തകൾ വളരെ നന്നായിട്ട് പാടി, മറ്റൊന്നും പറയാനില്ല. സൂപ്പർ. അപ്പോ ആശേച്ചി, ഞാൻ എന്താ പറയേണ്ടത്, പാടി തകർത്ത് പറിച്ചു. അപ്പൊ കൺഗ്രാചുലേഷൻസ് പൊന്നു മക്കളെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വെല്ലുവിളിയായി കഴിഞ്ഞ തവണ ഗോൾഡൻ ചെയർ കരസ്ഥമാക്കുകയും ഈ പ്രാവശ്യം ഗോൾഡൻ ബസർ നേടിയെടുക്കുകയും ചെയ്ത കീർത്തന അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നവരെ കാത്തിരിക്കാം. നിങ്ങളിൽ ആരായിരിക്കും ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത് എന്ന് കാണാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ട് ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ 2 മ്യൂസിക്കൽ വൈഫ്സിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി ശ്രീനാഥ് ആൻഡ് ശ്രുതി എസ് ബാബു. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ടിൽ പാടി തകർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന പാട്ട് മല്ലു സിംഗിലെ ഭയങ്കര അടിച്ചുപൊളി പാട്ടായ റബ് 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 എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ രണ്ടുപേരെയും പഞ്ചാബി ലുക്കിൽ സ്ക്രീനിൽ കാണാം. ഓക്കെ. എന്താണ് വിശേഷം? ബല്ലേ ബല്ലേ അല്ലേ? പഞ്ചാബികളാണോ? അല്ല അല്ല, അതുപോലെ കറക്റ്റ് അല്ലേ? പഞ്ചാബി പോയ പഞ്ചാബികളല്ല എന്ന് പറയില്ല ഒരിക്കലും. അപ്പൊ ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ട് ആണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? റബ് 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 മല്ലു സിംഗിലെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. हुण ते आजा सजना, तेरी याद सतावे, ढोली ढोल बजावे, गीत खुशी से गावे. ओ शाबा रब 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 तेरा रब मेरा रब तेरा रब मेरा रब 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 तेरा रब मेरा 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 रब. പഞ്ചാബി പങ്കിട നെഞ്ചോരം കൊണ്ടുവാ, തഞ്ചത്തിൽ കൊഞ്ചിടാം. ഹോ അജ നച്ചലെ നച്ചലെ, ചടനാ ജാബി ഡോലാ ഹേ, ചടനാ ജാബി ഡോലാ ഹേ, ചടനാ ജാബി ഡോലാ ഡോലാ, ചടനാ ജാബി ഡോലാ ഹേ, ചടനാ ജാബി ഡോലാ ഹേ, ചടനാ ജാബി ഡോലാ ഡോലാ. रब 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 तेरा रब मेरा रब तेरा रब मेरा रब रब
तेरा रब मेरा रब तेरा रब मेरा रब तेरा रब मेरा रब രണ്ടുപേരും കളിക്കും കേട്ടോ. രണ്ടുപേരും നേടിയിരിക്കുന്നു ഗോൾഡൻ ശ്രീകുട്ടി. ഇതെന്താണ് നിങ്ങൾ രണ്ടുപേരും ഞെട്ടിച്ചു കേട്ടോ. കാരണം ശ്രീകുട്ടി കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ബസർ നേടിയ ആളാണ്. ഈ പ്രാവശ്യം എന്താ വീണ്ടും നേടിയിരിക്കുന്നു. ശ്രുതി ആദ്യത്തെ പെർഫോമൻസിൽ ഡേഞ്ചർ സോണിൽ എത്തിയ ആളാണ്. ഇപ്പൊ രണ്ടാമത്തെ പെർഫോമൻസിൽ ഗോൾഡൻ ബസർ നേടിയിരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? മനോജേട്ടന്റെ പാട്ടല്ലേ രാശി. നമ്മള് രാശി തുടക്കത്തില് ചുമ്മാ പറഞ്ഞു തുടങ്ങിയതല്ല. ഒരു എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബസർ വന്നിരിക്കുന്ന എപ്പിസോഡ് ചിലപ്പോൾ ഇതായിരിക്കും. ഒരാള് ഡേഞ്ചർ സോണിൽ രക്ഷപ്പെട്ടത്. ആദ്യം കളിയാക്കി തുടങ്ങിയാണ്, പക്ഷെ ഇപ്പൊ സീരിയസ് ആയി. അതാ മനുചേട്ടാ മഞ്ചരി. എന്തായാലും ഇതാ ഇവർ രണ്ടുപേരും ഗോൾഡൻ ബസർ നേടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാള് ആദ്യത്തെ പെർഫോമൻസിൽ ഡേഞ്ചർ സോണിൽ എത്തിയ ആളാണ്. അപ്പൊ ഒരു ചെറിയ ഡൗട്ട്. കാരണം നമ്മൾ ഡേഞ്ചർ സോണിൽ വന്ന ആൾക്കാർ ഡേഞ്ചർ സോൺ സമയത്ത് കിട്ടുന്ന അവസരം മാക്സിമം യൂസ് ചെയ്ത് നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ടാണല്ലോ സേഫ് ആകുന്നുണ്ടെങ്കിൽ ആകുന്നത്. അപ്പോ ഗോൾഡൻ ബസർ കിട്ടിയ സ്ഥിതിക്ക് എങ്ങനെയാണ്? അത് ഇപ്പൊ മുതലുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഇനി സംഭവിച്ചാൽ ഇപ്പൊ ഒരാള് ഡേഞ്ചർ സോണിൽ പോയിട്ട് പിന്നെ അടുത്തൊരു റൗണ്ടിൽ വന്നിട്ട് അവർക്ക് ഗോൾഡൻ ബസർ കിട്ടുകയാണെങ്കിൽ നമ്മള് കോമ്പൻസേറ്റ് ചെയ്യും. എന്ത്? അതിനെ തരണം ചെയ്യിപ്പിക്കും. എന്തിനെ? ആ ഒരു ഡേഞ്ചർ സോണിൽ നിന്ന് ഞങ്ങൾ കരകയറ്റും. ശ്രുതിയും ശ്രീകുട്ടിയും കൂടി എന്നെ പട്യാലയിൽ എത്തിച്ചു. പട്യാലയിലായിരുന്നു എന്റെ ഷൂട്ട്. പവർ പാക്ഡ് പെർഫോമൻസ് ആണ് കേട്ടോ. അസലായിട്ട് പാടി, രണ്ടുപേരും സ്മാർട്ടായിട്ട് പാടി. ആംബിയൻസ് ഡാൻസേഴ്സിന്റെ ഗ്രൂപ്പും ഒക്കെ കൂടെ തകർത്തു. ഞങ്ങൾ അവിടുത്തെ ആ കറക്റ്റ് ഓർമ്മകളെല്ലാം ഇങ്ങനെ വന്നു. അപ്പൊ ഈ പാട്ടെടുക്കുന്ന അന്ന് ഇത് ചെയ്യാനിരുന്ന ലീഡ് ചെയ്യാനിരുന്ന ഒരു ഡാൻസർ ഉണ്ട്, ഒരു ആക്ടർ തന്നെയായിരുന്നു. പുള്ളി എന്തോ കാരണം കൊണ്ട് വന്നില്ല. അവസാനം ഡാൻസ് മാസ്റ്റർ ഷോബി തന്നെയാണ് അഭിനയിച്ചത്. ഷോബി ഭയങ്കര ടോപ്പ് മാസ്റ്റർ ആണ്. അപ്പൊ ഷോബി എല്ലാവരും വൈശാഖെല്ലാം നിർബന്ധിച്ച് പറഞ്ഞു, മാസ്റ്റർ മാസ്റ്റർ വേറെയില്ലേ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് നിൽക്കും ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റും ഡാൻസേഴ്സും ഒക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഷോബി നിർബന്ധിച്ച് ഷോബിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ പാട്ട്. ചാക്കോച്ചൻ പിന്നെ ലീഡ് ചെയ്തു. ഞങ്ങൾ തരികടകളും അതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസ് ഉണ്ട്. ഈ തേരരബ് മെരരബ് ഇങ്ങനെ ഞങ്ങൾ ആക്ഷൻ കാണിച്ചു പോകുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പാട്ട് തീർന്നാൽ എന്റെ ക്ലോസപ്പിലാണ് അടുത്ത സീൻ തുടങ്ങുന്നത്. കാരണം ഒരു ദിവസം ഞാനും ചാക്കോച്ചനോട് അവിടെ പട്യാലയിൽ ഏതോ ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഫ്രണ്ടില് ഒരു ബുള്ളറ്റിലൊരു പഞ്ചാബി ഇരുന്ന് ഓടിക്കുന്നു, സിക്കാരൻ ഓടിക്കുന്നു. ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന്.
അതെന്തിനാ ബൈക്കിൽ ബുള്ളറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അപ്പൊ നമ്മൾ പെട്ടെന്ന് നിർത്തി മറ്റേ ഈ സിഖ് മറ്റേ കഥയുണ്ടല്ലോ മറ്റേ സർദാർജി സണ്ടാ ബണ്ടാ. അതൊക്കെ ഓർമ്മ വന്നു. ഒരുപാട് സന്തോഷം ഈ പാട്ടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പാടിയതില്ല. മനസ്സിലായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മനോജ് ചേട്ടാ. മതിച്ചേട്ടാ രണ്ടുപേരും കലക്കി അസലായിട്ട് പാടിയ അതുകൊണ്ടാണല്ലോ ഗോൾഡൻ ബസർ കിട്ടിയത്. അപ്പൊ എന്തായാലും വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ആശി ചേച്ചി നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും അവിടെ എത്തിയ പോലെ, പഞ്ചാബിൽ എത്തിയ പോലെ ബല്ലെ ബല്ലെ, ഞങ്ങൾ അവിടെ നിന്നിട്ട് ഭരതനാട്യം കളിക്കുന്ന ഞാൻ വരെ ബല്ലെ ബല്ലെ കളിച്ചു. ഭയങ്കര രസം. കൺഗ്രാചുലേഷൻ. അഞ്ജലി പഞ്ചാബിലിന്റെ അഭിപ്രായം എന്ന് പറയൂ പാട്ടിന്റെ. पंजाबीलो चंगा ചങ്ക तुसी ग्रेट हो. ആ क्या गाया आपने? ചങ്ക ഓ അസലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പാടി, ഒന്നാമത് നിങ്ങളുടെ ആ ഈ ജിൽ ജില്ലായിട്ടുള്ള കോസ്റ്റ്യൂംസും പിന്നെ ആ പാട്ടിന് ഒത്ത് അവർ പെർഫോം ചെയ്തത് എല്ലാം കൂടി മനോഹരമായതുകൊണ്ട് ഞാൻ 2 വരി നിങ്ങൾ കാണുമ്പോൾ ഈ ഔട്ട്ഫിറ്റിന് അനുയോജ്യമായ ഒരു പഞ്ചാബി പാട്ടുണ്ട്. അപ്പൊ ഈ സോണി കുടികൾക്ക് വേണ്ടിയിട്ട് ആ पीछे पीछे आंदा मेरी चाल विनाय पीछे पीछे आंदा मेरी चाल विनाय चीरे वाले अवेखदाई वे मेरा लौंगा वाचा निका मारदाई वे मेरा लौंगा वाचा पीछे पीछे आंदा मेरी चाल विनाय पीछे पीछे आंदा मेरी चाल विनाय चीरे वाले अवेखदाई वे मेरा लौंगा वाचा निका मारदाई वे मेरा लौंगा पीछे पीछे आंदा मेरी चाल विनाय पीछे पीछे आंदा मेरी चाल विनाय चीरे वाले अवेखदाई वे मेरा लौंगा वाचा निका निका मारना आई वे मेरा लौंगा वाचा मेरा लौंगा वाचा मेरा लौंगा वाचा മാനത്തെ മണിച്ചിത്തത്തെ ലെല്ലേലേ മണിവളക്കിലുങ്ങണതെന്താണ്? സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമക്കണ്ണിണകളിൽ എന്താണ്? കിസ പറഞ്ഞൊരു കടി കിളിമോളെ, നല്ല കെസ് പാടി പറത്തടി മയിലാളെ, നല്ല കെസ് പാടി പറത്തടി മയിലാളെ. ലേ 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 मस्ती भरी रात है सोनी कुड़ियों का भी साथ है और ले गले ले मजा और करने की क्या बात है ना 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 रे ना रे ना रे ना 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 रे ना रे ना 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 रे ना रे ना रे ना 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 रे ना रे ना साडे नाल रहोगे ते ऐश करोगे जिंदगी के सारे मजे ऐश करोगे साडे नाल रहोगे ते ऐश करोगे जिंदगी दे सारे मजे ऐश करोगे साडे नाल है साडे नाल है साडे नाल है साडे नाल കലക്കി. അയ്യോ അവസാനം എന്തായിരുന്നു? അവസാനം അത് അടിപൊളി. അത് പഞ്ചാബിലുള്ളൊരു വാക്കാണ്. അതെ അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഇന്ന് ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കുന്നത്, ആരായിരിക്കും ആ കിരീടം ചൂടുന്നതെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇതാ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ആഘോഷ തിമിർപ്പിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്ത മത്സരാർത്ഥി വരുന്നത് ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ജോയ്സ്. ഒരു നറു പുഷ്പമായി എന്ന് പറഞ്ഞ ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. അത് വളരെ മനോഹരമായി ചിത്രചേച്ചി പാടി വെച്ച പാട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എൻ്റെ കൂടെ വേണം. പിന്നെ ഫ്ലോറിൽ കാണാം. ജോയ്സ് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഒരു നറു പുഷ്പമായി. ആഹാ, അപ്പൊ ഗംഭീരാക്ക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദ ബെസ്റ്റ്.
പുഷ്പമായി എന്നേക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളാരെയോർത്താവാ അറിയില്ലെനിക്കറിയില്ല പറയുന്നു സന്ധ്യതൻ മൗനം മൗനം ഒരു നറു പുഷ്പമായി എന്നേക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ बरसाते आवे കന്യതന്നേക്കെഴും ഗന്ധർവ പ്രണയത്തിൻ സംഗീതം പോലെ മുളപാടി തീരത്തെ മുളപാടി പൂവള്ളി കുടിലിലെ കുയിലുകൾ പാടി ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളാരെയോർത്താവാ അറിയില്ലെനിക്കറിയില്ല പറയുന്നു സന്ധ്യതൻ മൗനം മൗനം ജോയ്സ്
എന്തു പറ്റി? മുഖത്തൊരു തെളിച്ചം കാണുന്നില്ലല്ലോ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയോ? ആ പ്രശ്നങ്ങളൊക്കെ അവര് കണ്ടെത്തി കാണുമോ? മധുചേട്ടാ, മഞ്ജരി, ആശയേച്ചി, മനോജ് ചേട്ടാ, ജോയ്സ് ഭയങ്കര വിഷമത്തിലാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ സ്വയമായിട്ട് വിലയിരുത്തി നിൽക്കുവാണ്. വിലയിരുത്തി. അപ്പൊ പിന്നെ അത് പറയട്ടെ. Yes. എന്തായാലും ജോയ്സിന് മനസ്സിലായി കാണുമല്ലോ പാടിയപ്പോ. അതെ. എന്തൊക്കെയായിരുന്നു? ലിറിക്സിന്റെ പ്രശ്നം പറ്റി. ലിറിക്സിന്റെ എന്താ തെറ്റ് പറ്റിയത് കൂടെ പറയും. ചരണം തന്നെ 2 പ്രാവശ്യം പാടി. 2 പ്രാവശ്യം പാടി. പിന്നെ പിച്ച് പ്രോബ്ലം അതുണ്ടായിരുന്നു. പിന്നെ ഹമ്മിങ് വിചാരിച്ച അത്രയ്ക്ക് പാടാൻ പറ്റിയില്ല. ജോയ്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജോയ്സ് ഇതിന് മുൻപ് വന്നപ്പോഴൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പാടിയ ആളാണ്. അതെ. പനിനീര് പെയ്യും നിലാവയൊക്കെ കോൺഫിഡന്റ് ആയിട്ട് പാടിയ ആളാണ്. പൊന്നിൽ കുളിച്ചു നിന്നു. എത്ര പാട്ടുകള്. ഇങ്ങനെ ഒരു മെഗാ ഫൈനൽ എന്ന് പറഞ്ഞൊരു സംഭവത്തില് ഇത്രയും അതൊരു ലാഘവത്തിൽ എടുക്കാമോ? ഇന്നത്തെ പെർഫോമൻസ് ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം അതെ, പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, പെട്ടെന്ന് എന്തോ മൈൻഡ് ഇതായിരുന്നു. അതെന്തുകൊണ്ടാ മൈൻഡ് അങ്ങനെ ആയെന്നാ ചോദിച്ചേ? അറിയില്ല, പെട്ടെന്നൊരു ടെൻഷൻ പോലെ വന്ന്. ആ ടെൻഷൻ വരുന്നത് നിങ്ങൾ ആദ്യം പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏത് പാട്ടാണ്, ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു പാട്ടാണെങ്കിൽ പോലും അത് പെർഫെക്റ്റ് ആയിട്ട് പാടാന്നുള്ളതേ ഉള്ളൂ. ധൈര്യമാണ് ഇവിടെ പ്രധാനം. നമ്മൾ ധൈര്യത്തിൽ ശ്രുതിയും താളവും ലയവും ഭാവവും എല്ലാം വന്നു കഴിഞ്ഞാൽ മതി. പിന്നെ ഇവിടെ വന്ന് നിന്നിട്ട് ഇനിയിപ്പം അത് ശരിയാവോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലുള്ള ഒരു പാട്ടാണെങ്കിൽ പിന്നെ അതെന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഈ പാട്ട് എനിക്ക് തോന്നുന്നു ജോയ്സ് അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അല്ലെ? ലിറിക്സ് എങ്ങനെ മറന്നു പോകുന്നത്? അതുകൊണ്ടാണ്. ലിറിക്സ് അറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് മാറി എടുത്തുപോയി. അങ്ങനെ ആയിരുന്നെങ്കിൽ അനുപല്ലവി തിരിച്ച് ചരണത്തിന്റെ സ്ഥലത്ത് പാടണ്ടേ? അത് ചരണമല്ലേ? അതപ്പോ ഇനി അനുപല്ലവി ഇങ്ങനെ ചരണത്തിൽ അത് കുഴപ്പമില്ലായിരുന്നു. ലിറിക്സ് മറ്റേത് അറിയാന്നെങ്കിലും മനസ്സിലാവില്ലേ ഞങ്ങൾക്ക്? ജോയ്സിന്റെ ഫുൾ ശ്രദ്ധ ആ ഒരു ആലാപനത്തിലായിരുന്നു. ആ ആലാപനം കിട്ടുമോ ഇല്ലയോ അവിടെ ഒന്ന് ചെറുതായിട്ട് പതറിയപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം സൈക്കോളജിക്കലി മൈൻഡ് അങ്ങ് ഡിസ്റ്റർബ് ആയി. അല്ല, ഇതൊരു സീരിയസ് മാറ്റർ ആണ്. ഈ ഷോയുടെ പേരെന്താ? മെഗാ ഫൈനൽ. ഇവിടെ വരെ എത്തി നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും കുറെ പ്രാവശ്യം പെർഫോം ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ആവാൻ പാടില്ല. ഒരു പ്രാവശ്യം ഡേഞ്ചർ സോണിൽ പോയതല്ലേ ജോയ്സ്? അതെ. ആ ഡേഞ്ചർ സോണിൽ പോയതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ജോയ്സിന്റെ കുറച്ചൊരു കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇങ്ങനെ മുകളിൽ നിന്നിട്ട് പെട്ടെന്ന് നമ്മളൊന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടുകയാണ് വേണ്ടത്. ചില ആൾക്കാരൊക്കെ ഡേഞ്ചർ സോണിൽ പോയിട്ട് പൂർവാധികം ശക്തിയോടെ നേരെ ഗോൾഡൻ ചെയറിലേക്ക് സടകുടഞ്ഞെഴുന്നേറ്റ സിംഹത്തിന്റെ പോലെ. അതുപോലെയാണ് ഇപ്പൊ ഈ പാട്ടിനകത്ത് തുടക്കത്തിലുള്ള ആ ഹമ്മിങ് അവിടെ അങ്ങ് പോയി. അതോടെ ജോയ്സ് അവിടെ സ്റ്റക്കായി. പിന്നെ ആ ഹമ്മിങ്ങിനെ അത് ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ആവാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇനി ഇങ്ങനെ ആവരുത് എന്ന് ആണ് എനിക്കുള്ള ഒരു വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന. ഈ വേദിയിൽ എനിക്കും ഇങ്ങനെ ആരും വരരുത്. താങ്ക് യു മധുചേട്ടാ. മനോജേട്ടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ജോയ്സിന് വീണ്ടും വിഷമാവുള്ളൂ. എനിക്ക് അങ്ങനെ ആരെയും വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. മൊത്തത്തിലൊരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്തുള്ള മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ രണ്ടും അനുപല്ലവിയും ചരണവും ഒരേ വരികൾ തന്നെ പാടി എന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. നമുക്ക് അടുത്ത സ്റ്റേജിൽ അല്ലെ അടുത്ത പാട്ടിലൂടെ ഇത് കംപ്ലീറ്റ് തരണം ചെയ്ത് വേറൊരു ലെവലിലേക്ക് ജോയ്സ് ഉയരണം എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനോജേട്ടാ. ആശയേച്ചി, ജോയ്സ്, ഇവരൊക്കെ ഇത്രയും പ്രാവശ്യം ഇത് പറയണത് എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ അധ്യാപകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികൾ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് അവരിലുള്ള പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷയായിരിക്കും അധ്യാപകർക്ക്. നല്ല നല്ല കഴിവുള്ള കുട്ടികളുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു മിടുക്കനാവും മിടുക്കിയാവും എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ചിലപ്പം നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കും. നമ്മളൊക്കെ പറയുന്നത് ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. പിന്നെ സാരമില്ല, മറവിയൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. ചിലപ്പം ഒരു സെക്കൻഡ് നമ്മൾ ബ്ലാക്ക് ഔട്ടായി പോയിട്ട് മറന്നു പോയതാവാം പഠിച്ചു വെച്ചത്. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ഒന്നും മനസ്സിലേക്ക് എടുക്കണ്ട. ഇതിലും ദ ബെറ്റർ പെർഫോമൻസ്, ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് മോള് വരുന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ്. എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഡോണ്ട് വറി. ആക്ച്വലി മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് നേരത്തെ ഇങ്ങനെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ജഡ്ജസ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ ജോയ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു. നമുക്കറിയാം ഇത് മെഗാ ഫൈനലാണ്, നമ്മുടെ കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഡേഞ്ചർ സോണിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു അവസരം കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ചിലപ്പോൾ
ആ ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എടുത്തു മാറ്റാം. അപ്പോൾ നിങ്ങളൊരു പാട്ട് പാടുന്നു, നിങ്ങൾ സേഫ് ആണെങ്കിൽ സേഫ്, അല്ലെങ്കിൽ എലിമിനേഷൻ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് നമ്മൾ അങ്ങനെ ഒരു ഔട്ടാക്കുന്ന ഒരു പ്രൊസീജിയറിലോട്ടൊക്കെ ചിലപ്പോൾ കടക്കേണ്ടി വരും. കാരണം കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഈ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ഇവിടെ എത്തിയ ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്കൊരു അവസരം കൂടി ഡേഞ്ചർ സോണിൽ തരുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ജോയ്സിൻ്റെ പെർഫോമൻസിൽ പാടില്ല. എങ്ങനെയായിരുന്നോ ജോയ്സ് ഈ വേദിയിൽ ആദ്യം വന്നത്, ആ ചാപ്റ്റർ 4 വിന്നറായ ജോയ്സ് ആണ്. ആ ജോയ്സിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ റിസൾട്ട് പറയട്ടെ. ജോയ്സ്, ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. സാരല്ല, നമ്മൾ തിരിച്ചു പിടിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടാവണം, നമുക്ക് ഇനിയൊരു അവസരം കൂടി ഉണ്ടല്ലോ എന്ന് എല്ലാ റൗണ്ടിലും ആലോചിക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. മച്ചേട്ടാ, മഞ്ചേരി ആശി ചേച്ചി, മനോജേട്ടൻ ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നു. ഇനിയും കുറച്ചു നേരം കൂടി ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് മനോജേട്ടൻ്റെ ഒരു പാട്ട്. തീർച്ചയായും. കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു മനോജേട്ടൻ്റെ ഒരു ഗാനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ മനോജേട്ടാ, ഇതാണ് ആ സമയം. എന്തായാലും രണ്ടും കൽപ്പിച്ച് പോയിട്ട് വരാം. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ, നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. താളിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. എന്റെ പളുങ്കൊടി ചിറകുള്ള സ്വപ്നജാലങ്ങളെ പറക്കും തളികയിൽ എടുത്തുയർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. മഞ്ഞലയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൻ മംഗളം പാലയായി ഇതൾ വീരിച്ചു. മഞ്ഞലയിൽ
കുളിക്കും മാർഗഴി മാസത്തിൻ മംഗളം പാലയായി ഇതൾ വീരിച്ചു ഇപ്പോളായിരം കാവടി കലശങ്ങളാടുമെൻ്റെ ചേതനയെ സ്വർഗത്തിൽ പിടിച്ചിരുത്തി താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി ഓഹോ സൂപ്പർ സൂപ്പർ മനോജേട്ടാ താങ്ക് യു സോ എന്താ വോയിസ് സൂപ്പർ വോയിസ് ആണോ മധു? സൂപ്പർ അയ്യോ, ഇതിപ്പോ എന്ത് വേണം? സ്വീറ്റ് വോയിസ് ഞാനൊന്ന് ഇതിപ്പോ hug എന്താണ് ചെയ്തോട്ടെ? മധു? പിന്നെ മനോജേട്ടൻ പാടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാനാ ഹോ തും माना हो तुम बेहद बेहद हसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हसी ऐसे बुरे हम भी नहीं ദാസേട്ടന് ഹിന്ദി പാട്ടുള്ള പ്രത്യേക ഒരു പ്രണയമാണ് അല്ലേ? അതെ, അതെ, അതെ. ദാസേട്ടന് ഒരുപാട് അതാണ് ഈ അന്ന് ഏതോ ഒരു ഷോയ്ക്ക് ജബദീപ് ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂൾ ടൈമിൽ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് ഭ്രാന്തായിട്ട് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു വേദിയിലൊക്കെ എന്ന് കിട്ടാനാണ്. പിന്നെ സിനിമാ നടനായ ശേഷം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങളിൽ അത് ആ പാട്ടൊക്കെ പാടി മുതലാക്കുകയാണ്. ആഗ്രഹം മുഴുവൻ സാധിക്കുകയാണ് ഇപ്പം. താങ്ക് യു സോ മച്ച് മനോജേട്ടാ. മൗനത്തിന് ആരാ ഇതിന്റെ ഇടയിൽ കൂടെ മൗനത്തിൽ പാടിയേ? മനസ്സ് ഞങ്ങളുടെ എല്ലാരും മനസ്സ് പറഞ്ഞതാ. അതെ, മൗനത്തിൻ മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാര് ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവോ പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവോ പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ മൗനത്തിൻ ആഹാ സൂപ്പർ സൂപ്പർ. ജോൺസൺ മാഷ് എന്റെ ചക്കരെ ഫോ. രാഗദേവനും നാഗകന്യയും. ഉയ്യോ, അത് ഞാൻ പാടാറിയില്ല. ചമയം ചമയം ചമയത്തിലാകെ അന്തിക്കടപ്പുറത്തല്ല നമ്മൾ എടുത്തു വരുന്നത്. പിന്നെ രാജഹംസമേ ചേച്ചിയുടെ പാട്ട് തൊടാൻ പറ്റില്ല. രാജഹംസമേ രണ്ടല്ലേ എനിക്ക് വേണ്ടി പാട്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമാർ വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ.
മഞ്ജരി മഞ്ജരി ജോൺസൺ മാഷിന്റെ പാട്ട് തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റില്ല അല്ലേ? അന്തിക്കടപ്പുറത്തൊരു ഓലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തൊറയറയൻ അങ്ങേ കടവില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല എറയൻ ചെമ്മാനം വാഴണ തൊറയറയൻ അങ്ങേ കടവില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തു ഓലക്കുടയെടുത്ത് നാല് കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അന്തിക്കടപ്പുറത്ത് എന്നെ കൊണ്ട് 4 പാടിക്കാതെ ഒരു ഷോയും പിരിഞ്ഞ ചരിത്രമില്ല. ഞാൻ ഓർത്ത് അതിൽ നിന്ന് ഈ പ്രാവശ്യം രക്ഷപ്പെട്ട് നിൽക്കുകയാണല്ലോ എന്ന് ഓർത്തു. പക്ഷേ മഞ്ചരി കൊണ്ടിട്ടു. വാട്ടേ മഞ്ചരി. മനോജേട്ടാ ഇനിയും നമ്മുടെ കൂടെ തന്നെ വേണം. എന്തായാലും നമുക്കിതാ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരത്തിലോട്ട് കിടക്കാം. അടുത്ത മത്സരാർത്ഥി ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. ഞാൻ അവിടെ ഇരിക്കാം. ഓക്കെ, പിന്നെ സോ മച്ച്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ നമ്മുടെ മനോജേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മനോജേട്ടൻ വന്നപ്പോൾ തൊട്ടേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു മനോജേട്ടൻ്റെ രാശി നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ചില പെർഫോമൻസുകളിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിച്ച പോലത്തെ പെർഫോമൻസുകളായിരിക്കില്ല നമ്മുടെ മത്സരാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അതാണല്ലോ മത്സരം. അതെ, ഇനി ഒരു ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ട് ആയാലോ? അത്യാവശ്യമാണത്. അതെ, നമുക്ക് എന്തായാലും ഒന്ന് സന്തോഷിച്ച് ചിരിച്ച് 2 ക്യാരക്ടേഴ്സിനെ കാണാം. ഹാപ്പി ആവാം. തീർച്ചയായിട്ടും. അപ്പൊ 2 മ്യൂസിക്കൽ വോയിസിനെ നമ്മുടെ 2 മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആതിര, രജീഷ് ആൻഡ് നിഖില. ഇന്നത്തെ ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ടിൽ ഞങ്ങൾ രണ്ടുപേരുമാണ് പേര് വന്നിട്ടുള്ളത്. മിസ്റ്റർ ബട്ട്ലർ എന്ന മൂവിയിലെ രാരവേണു എന്ന് പറയുന്ന പാട്ടാണ് പാടുന്നത്. ചിത്ര ചേച്ചിയും കല്യാണി മേനോനും കൂടിയിട്ടാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പാടണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കാം. കളർഫുൾ ആയിട്ടുണ്ടല്ലോ. 2 ക്യാരക്ടേഴ്സ് വന്നിരിക്കുകയാണ്. 2 പേരും ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ടെൻഷൻ ഒന്നുമില്ലല്ലോ 2 പേർക്കും? കൂളല്ലേ? അപ്പൊ എന്തായാലും തകർത്തോളൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. 2 പേർക്കും വേണു ഗോപാല രാജിത സഗുണ ജയശീല വേണു ഗോപാല രാജിത സഗുണ ജയശീല വേണു ഗോപാല രാജിത സഗുണ ജയശീല അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ അമ്മ
സൂപ്പർ. കലക്കി കലക്കി. അസലായി. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രസന്റ് സമർപ്പിക്കുന്നു. ഇത് മനോജേട്ടന്റെ രാശി തന്നെ, ഒരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇതിന്റെ ലാസ്റ്റ് പല്ലവി ഒന്ന് വായിക്കണം. എന്നിട്ട് ഞങ്ങളുടെ മനോജേട്ടനും മധുചേട്ടനും കൂടി ഇങ്ങോട്ട് കേറി വരുന്നതായിരിക്കും. ഇങ്ങോട്ട് കേറി വരിക, മ്യൂസിക് ഇടൂ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര വർഷത്തെ നൃത്ത ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെയുള്ള കൃഷ്ണന്മാരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു ഓളം ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ, ഓളം ഉണ്ടായിരുന്നു. ഈ ഒരു പാട്ട് വരുമ്പോഴത്തേക്ക് എല്ലാരും ഒരുമിച്ച് പാടുന്ന ഒരു സംഭവമാണ്. അത് സത്യത്തിൽ നിങ്ങൾ ഈ പാട്ട് കൊണ്ടുവന്നതിൽ ഞങ്ങളാണ് നിങ്ങളോട് താങ്ക്സ് പറയുന്നത്. കാരണം ഞങ്ങൾ 4 പേരും അവിടെ ഇരുന്നുകൊണ്ട് ഈ പോയി വിടുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ശരിക്കും ഇത് കേൾക്കുമ്പം വന്നിട്ട് നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ അവിടെ നിന്ന് ഇങ്ങനെ വെമ്പൽ കൊള്ളുകയായിരുന്നു. അതെ അതെ അതെ, ഏതായാലും കലകി. അടിപൊളിയായിരുന്നു. മഞ്ജരിയോട് പറയണം താങ്ക്സ്. കൂടുതൽ കളർഫുൾ ആക്കി എടുത്ത് ആശയം വിളിച്ചിവിടെ കയറ്റി, ഞങ്ങളെയും വിളിച്ച് കയറ്റി. അതെ, അങ്ങനെ അസലായി. മൊത്തത്തിൽ കളർഫുൾ പെർഫോമൻസ് കേട്ടോ. അസലായി സൂപ്പർ. അങ്ങനെ ആദ്യം നിഖിലും നേടിയിരിക്കുന്നു ഗോൾഡൻ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും കളിക്കുക കേട്ടോ. സൂപ്പർ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ മത്സരം നല്ല ആവേശകരമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ഗോൾഡൻ ബസറിന്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് നമ്മുടെ മത്സരാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയുള്ള മത്സരം ഇതേപോലെ തീപ്പാറുന്ന മത്സരമായിരിക്കട്ടെ. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാണ്. ഇനി അടുത്തതായി ഇവിടെ ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ട് ആണ് നടക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി പ്രശാന്ത് ആൻഡ് ആതിര വിജിത്ത്. വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി, ഓ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. ക്യാരക്ടർ ഡ്യൂറ്റ് റൗണ്ടിലാണ് ഞാനും മാതിരയും അടുത്തായി പെർഫോം ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിന്ന് പാടാൻ പോകുന്ന പാട്ട് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ കുപ്പിവള കിലു കിലു കിലുങ്ങണല്ലോ എന്ന് പറയുന്ന പാട്ടാണ്. ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇനി എന്തായാലും സ്റ്റേജിൽ കാണാം. ഇത് ആരൊക്കെയാ ചേച്ചി? ഇതിപ്പോ ഡാൻസ് റിയാലിറ്റി ഷോ ആക്കിയോ? എനിക്ക് അതാണ് സംശയം. നമ്മളാ തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. അതെ, ഡാൻസിങ് വൈബ്സ് വരാൻ പോണെങ്കിൽ ഡാൻസിങ് വൈബ്സ് ആണോ അത് മ്യൂസിക്കൽ വൈബ്സ് ആണോ? പാട്ട് പാടി ഡാൻസ് കളിക്കും അല്ലേ? ഓഹോ, അപ്പൊ എന്തായാലും ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞങ്ങള് കുപ്പിവള കിലു കിലു കിലുങ്ങണല്ലോ പറയുന്നത്. ആഹാ, അയാൾ കഥ എഴുതുകയാണ്. അതെ, മോഹൻലാൽ, ലാലേട്ടൻ. അപ്പൊ എന്തായാലും നല്ല തകർപ്പൻ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ശ്രീകുട്ടി, ഇന്ന് ആദ്യത്തെ പെർഫോമൻസ് ആണ് അല്ലേ? മനോജേട്ടൻ വന്ന് കണ്ടില്ലേ? മനോജേട്ടനെ ഇംപ്രസ് ചെയ്യണം. മനോജേട്ടനോട് എന്തെങ്കിലും ചോദിക്കണ്ടോ? ഇല്ല, സർപ്രൈസ് ആണ്. ഓഹോ, പാട്ട് കഴിഞ്ഞിട്ട് ആണോ? അപ്പൊ സർപ്രൈസ്, സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും രണ്ടുപേരും നല്ല പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും.
തിരിച്ചു പോകൂ ഒന്ന് പോകൂ ഓമലാളേ ചപലമി മോഹം വ്യാമോഹം തിരിച്ചു പോകൂ ഒന്ന് പോകൂ ഓമലാളേ ചപലമി മോഹം വ്യാമോഹം നിലയറിയാതിന്നു നീ പോരുമെങ്കിൽ പഴിക്കുമല്ലോ നമ്മളെ ലോകമെന്നും വരും കാലമെല്ലാം മറന്നൊന്നും ചെയ്യേണ്ട പോരേണ്ട ഇന്നോമലി കുപ്പിവള കിലുകിലുകിലുങ്ങണല്ലോ കാൽത്തളകൾ കിണുകിണുകിണുങ്ങണല്ലോ കരളിന്റെ കരളെ കരയാതെ അരുതാത്തതൊന്നും താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി തേന്നിലാവിൽ മുങ്ങി നിൽപ്പു സ്നേഹവാനം കുളിരിൽ മയങ്ങി യാമങ്ങൾ തേന്നിലാവിൽ മുങ്ങി നിൽപ്പു സ്നേഹവാനം കുളിരിൽ മയങ്ങി യാമങ്ങൾ അരുതിനിയും എന്നെ നീ കൈവെടിഞ്ഞാൽ തളർന്നു വീഴും മണ്ണിലിന്നേകയായി ഞാൻ എനിക്കിന്നു പോരേണം കൂടെ വരണം തടയാതെ നീ കുപ്പിവള കിലുകിലുകിലുങ്ങണല്ലേ കാൽത്തളകൾ കിണകിണകിണങ്ങട്ടെ കരളിന്റെ കരളെ പറയാതെ അരുതാത്തതൊന്നും പറയാതെ താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി ഓ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി ശ്രീകുട്ടി ആതിര എന്തോ നല്ല എൻജോയ് ചെയ്ത് പാടി അല്ലേ? ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, കൂളായി പാടി. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ആരോട് ചോദിക്കണം ആദ്യം? മനോജേട്ടനോട് ചോദിക്കാം അല്ലേ? ആദ്യം മനോജേട്ടനെ വീഴ്ത്താനല്ലേ നോക്കിയത്? അപ്പൊ മനോജേട്ടാ വീണോ? ഞാൻ ഇടയ്ക്ക് ഒരു ദുർബല നിമിഷത്തിൽ വീണ് പോകുമോ എന്ന് ആലോചിച്ചു. ഇവരുടെ അതുപോലെയായിരുന്നു ഒരു റിക്വസ്റ്റ്. അത്ര നല്ല എക്സ്പ്രഷൻ ഒക്കെ ആയിരുന്നു. നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ, ചിലപ്പോ വീണ് പോവാലോ, അറിയാതെ ആയി പോയെങ്കിലോ എന്നൊരു പേടി വന്നു. പക്ഷേ പെട്ടെന്ന് ആശയുടെ മുഖം ഓർമ്മ വന്നു. അപ്പൊ ഞാൻ മോതിരം കാണിച്ച് ഓൾറെഡി കഴിഞ്ഞ് അവൾ അവിടെ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡെയിൻ ഇരിക്കുന്ന അവര് തന്നെ കണ്ടുപിടിച്ചു. അതെ, എന്നാലും ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി ഞാൻ രക്ഷപ്പെടില്ല, കാരണം ഇവരുടെ ഹസ്ബൻഡ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉറപ്പല്ലേ? ഇടി ഉറപ്പാണ്. അതെ, പക്ഷെ നിങ്ങൾ അസലായിട്ട് പാടിയോ? അതെ, രണ്ടുപേരും കലക്കി. സൂപ്പർ. താങ്ക് യു മനോജേട്ടാ. മനോജേട്ടാ, ശ്രീകുട്ടി, ആതിര, കാലക്കി, രണ്ടുപേരും നന്നായിട്ട് തന്നെ പാടി കേട്ടോ. വളരെ എല്ലാ ഭാഗങ്ങളും, ചില ഭാഗങ്ങളൊക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് രണ്ടുപേർക്കും സംഭവിച്ചതെന്ന്. ബ്രത്ത് പ്രോബ്ലം, ശ്വാസം എടുക്കാൻ വേണ്ടി ഇടയ്ക്ക് കട്ട് ചെയ്തു. തിരിച്ചു പോകൂ, ഒന്ന് പോകൂ ഓമലാളേ, ചപലമി മോഹം വ്യാമോഹം. അത്രയും ഒറ്റ ശ്വാസത്തിൽ വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചരണത്തിലും
രണ്ടുപേർക്കും അവിടെ കട്ട് ചെയ്തു. അതായത് മോഹം കഴിഞ്ഞിട്ട് മോഹം വ്യാമോഹം, അതുപോലെ തന്നെ കുളിരിൽ മയങ്ങി യാമങ്ങൾ, അങ്ങനെയാണ് രണ്ടുപേരും പാടിയത്. അത് ശ്വാസത്തിൽ പാടാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്താണോ? അല്ല, ഞങ്ങള് ഗ്രൂമിങ് സമയത്ത് അങ്ങനെ പാടാൻ ഒറ്റ ശ്വാസത്തിൽ പാടാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ പറ്റുന്നില്ല, കട്ടായി പോകുന്നു. അപ്പോൾ അങ്ങനെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് അവിടെ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ. അതുപോലെ തന്നെ സെക്കൻഡ് ചരണത്തിൽ മോൾക്കും അത് പറ്റി. ലാൻഡിങ് നോട്ട് സ്നേഹവാനം 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 അങ്ങനെയാണ് വേണ്ടത്. ആരാരാ തരരര താരാ. ഇത് ഈ ഒരു പ്രശ്നങ്ങളാണ്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അസലായിട്ട് പാടി, അതിമനോഹരമായിട്ട് നിങ്ങൾ രണ്ടുപേരും പാടി പാട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മധുചേട്ടാ. മഞ്ജരി. ശ്രീകുട്ടി ആൻഡ് ആതിര കലക്കി. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു പെർഫോമൻസ് ശ്രീകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ശ്രീകുട്ടി ഒരു പാവം മിണ്ടാപ്പൂച്ചയെ പോലെ നിന്ന് എന്തായിരുന്നു എക്സ്പ്രഷൻ മനോജേട്ടനെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, ദൈവമേ ഇത് ശ്രീകുട്ടിയാണോ എന്ന്. ശ്രീകുട്ടി ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൊരു എക്സ്പ്രഷൻ. അതുകൊണ്ട് ഇതൊരു ശരിക്കും ഈ ഒരു വേദി നിങ്ങളെ ഒരു സംഗീതജ്ഞ മാത്രമല്ല, ഒരു അഭിനേത്രി കൂടി ആക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവിധ ഭയവും മാറ്റി വെച്ചുകൊണ്ട് പല പല കഥാപാത്രങ്ങളായിട്ടാണ് ഇവിടെ അവതരിക്കുന്നത്. ശരിക്കും ക്യാരക്ടറാണ് ഈ ഒരു വേദി നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജരി. ആശേജി. ശ്രീകുട്ടി ആതിര, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇവർ പറഞ്ഞതുപോലെ എല്ലാം തികഞ്ഞ് ടോട്ടൽ ഒരു പെർഫോമറായിട്ടായിരിക്കും പോകുന്നത്. ഒരു വലിയൊരു ക്രൗഡിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പാട്ട് മാത്രം പോരാ, പാട്ടിനോട് പെർഫോമൻസ് വേണം, അവരോട് സംസാരിക്കണം, അവരോട് ഇൻട്രാക്ട് ചെയ്യണം. ഇങ്ങനത്തെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പാട്ട് പാടുന്നവർ ജസ്റ്റ് പാടി പോകുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് അത് അവരേക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങളിപ്പോൾ അതിന് പറ്റുമെന്ന് പ്രൂവ് ചെയ്തു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. ശ്രീകുട്ടി, ആതിര, എന്തായാലും നമ്മുടെ ജഡ്ജസിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സേഫ് ആയിരിക്കോ? കമന്റ്സ് ഒക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? അറിയില്ല. പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയുന്നതാണ് നല്ലത്, അല്ലേ? അല്ലേ? കുറെ റിയാക്ഷൻസ് ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ടതല്ലേ, ക്യാരക്ടേഴ്സ് ഒക്കെ ആയി വന്ന്, അല്ലേ? നമുക്കെന്നാ എത്രയും പെട്ടെന്ന് റിസൾട്ട് പറയാം, അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് പറയണോ? ഒരുമിച്ച് പറയാം, അല്ലേ? അപ്പോൾ ശ്രീകുട്ടി, ആതിര, നിങ്ങൾ രണ്ടുപേരും ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ടിലാണ് ഇപ്പോൾ പെർഫോം ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജഡ്ജസിന്റെ മാർക്കുകളൊക്കെ കൂട്ടി ഉള്ള റിസൾട്ടാണ്. നിങ്ങൾ രണ്ടുപേരും സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ എന്തായാലും സേഫ് ആയി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എട്ടാം വാരത്തിലെ മത്സരം കഴിഞ്ഞ് നമ്മുടെ എലിമിനേഷൻ ഇവിടെ തുടങ്ങുകയാണ്. ഒരാളാണ് ഈ വാരത്തിൽ എലിമിനേഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരാളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജോയ്സ്. ജോയ്സ്, ഇന്ന് നമ്മുടെ സ്വന്തം മനോജേട്ടൻ വന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം 7 പേരാണ് നമ്മുടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം ഇത്രയും ഗോൾഡൻ ബസർ നേടുന്ന ഒരു ദിവസം വരുന്നത്. അത് മനോജേട്ടൻ വന്ന ദിവസം തന്നെയാണ്. അപ്പോൾ ജോയ്സ് നിർഭാഗ്യവശാൽ ഇന്ന് ഡേഞ്ചർ സോണിലെത്തി. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും മനസ്സിൽ വേണ്ട, നന്നായി പാടുക. ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടുക. തിരിച്ചത് അവരുടെ കൂട്ടത്തിൽ തന്നെ വരണം. ഓക്കെ, കൂളല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ജോയ്സ്. ഓൾ ദി ബെസ്റ്റ് ജോയ്സ്. ഗുഡ് ലക്ക്.
മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അറിയാതെ ഞാനെന്റെ പ്രണയത്തെ വീണ്ടുമിൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലെൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന, പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. നൈസ് നൈസ് നൈസ്. താങ്ക് യു. ജോയ്സ്, എന്തായാലും ഇതാ റിസൾട്ട് എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പടി. അയ്യോ, ഈ ജോയ്സ് ആയിരുന്നോ ജോയ്സേ. മഞ്ചേരി നമ്മൾ ആ ചാപ്റ്റർ 4 കണ്ടിട്ടുണ്ടായിരുന്നത്? എന്റെ ജോയ്സ് വാവേ, എന്ത് പറ്റി? നല്ല ഉഷാറായിട്ട് കാട്ടിലെ കൂടെയൊക്കെ നടന്ന് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് നടന്ന ജോയ്സാണ്. ജോയ്സാ ഇപ്പൊ അതാ ഒന്നും ഇല്ലാണ്ടായി. പാവം, ജീവൻ ഇല്ലാണ്ടായി. കോൺഫിഡൻസ് ഒക്കെ എവിടെയോ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. പോയി. എന്തു പറ്റി? മറന്നിട്ടും എന്തിനോ എന്നൊക്കെ പാടുമ്പോ മുറിച്ചു മുറിച്ച് പാടിപ്പോയല്ലോ. എന്താ അത്? ശ്വാസമൊക്കെ കിട്ടാതെ സംഗതികൾ കറക്റ്റ് ആയിട്ട് വരുന്നില്ല, ആ ശ്രുതി ചേരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഡേഞ്ചർ സോണിൽ വരുമ്പോൾ ഒരു അവസരം വേറെ തരുന്നതല്ലേ ഇതൊക്കെ? നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല. ജോയ്സ് ഈ പാട്ട് സൂപ്പറായിട്ട് പാടുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും ജോയ്സിന്റെ അടുത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ ജോയ്സിനോട് പറയേണ്ടി വരുന്നുള്ളൂ എന്നുള്ളൊരു വിഷമാണ്. കാരണം ജോയ്സ് ഇവിടുത്തെ ടോപ്പ് കണ്ടസ്റ്റൻസിൽ ഒരാളാണ്. വിന്നറാണ്. അതെ, ഒരു വിന്നർ ഇങ്ങനെയൊക്കെ ആവാന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു വിധി വരാന്ന് പറഞ്ഞാൽ അത് ജോയ്സിന്റെ മുഖം കണ്ട് ആകെ എനിക്ക് പാവം തോന്നുന്നു. എന്താ ചെയ്യുക? ശരിക്കും പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ മനോജേട്ടാ. ജോയ്സ് ഇങ്ങനെയല്ല, എപ്പോഴും ചിരിച്ചും വായാടിയാള്, ഭയങ്കര ക്യൂട്ടായിട്ടും ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ തോന്നും, ഒരു ചോദ്യം ചോദിക്കാൻ തോന്നും. കാര്യം അതിന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഉത്തരം തരുന്ന ഒരാളാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ മാത്രമാണ് അല്ലേ? എന്തായാലും ഞങ്ങൾക്കൊരു പരിമിതി ഉണ്ട് ചെയ്യുന്നതിൽ. ഞങ്ങൾ ഇന്ന് നിസ്സഹായരാണ്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരി, എന്തായാലും നമുക്ക് റിസൾട്ട് പറയുന്നതിന് മുമ്പ് ജോയ്സിന് വേണ്ടി വോട്ട് ചെയ്ത് എത്ര പേരുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 പേരും ജോയ്സിന് വേണ്ടി. എല്ലാരും ലവ് ചിഹ്നം, എല്ലാരും ഹാർട്ടാ. അതായത് ഡബിൾ വോട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. നോർമൽ വോട്ട് കൂടാതെ ഡിസൈൻ വർക്ക്സും ഉണ്ട്. ജോയ്സ്, എല്ലാവരും പറയുന്നത് ജോയ്സ് സേഫ് ആവണം എന്നാണ്. അവര് കാർഡ് പൊക്കിയോണ്ട് അതൊക്കെ അതല്ല ഇവിടെ വിലയിരുത്തുന്നത്. അവർക്ക് ജോയ്സിന് സ്നേഹം ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ്. ജോയ്സിന്റെ കൂടെ മത്സരിക്കുന്ന മ്യൂസിക്കൽ വൈസ് ആണ്, മത്സരാർത്ഥികളാണ്. മനോജേട്ടാ, എന്തെങ്കിലും ഒരു
ചാൻസ് ഉണ്ടോ അത്? ഞാൻ വന്ന ഒരു എപ്പിസോഡിൽ ആരും വിഷമിച്ച് പോകുന്നത് എനിക്കൊരു അതെ ഒരു സത്യത്തിലൊരു വിഷമം തന്നെയാണ്. ഞങ്ങൾക്കും വിഷമമുള്ള കാര്യമാണ്. കാരണം മനോജേട്ടൻ വന്നിട്ട് ഇത്ര നേരം നല്ല രീതിയിൽ പോയിട്ട് ഈ അവസാനം കൊണ്ട് കലമുടക്കാന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമായി. റിയലി എൻ്റെ മനസ്സിൽ തൊട്ട് പറയുകയാണ്, ആരും വിഷമിച്ചിടുന്ന് പോകുന്നത് കണ്ടിട്ട് എനിക്ക് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അത് ഇവരുടെ വിലയേറിയ തീരുമാനമാണ്. ഞാൻ അതിലേക്കൊന്നും കൈയിടുന്നില്ല. പക്ഷെ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു മനസ്സങ്ങനെയാണ്. അതുകൊണ്ട് മനോജേട്ടൻ്റെ നല്ല മനസ്സ്. ജോയ്സ് റിസൾട്ട് പറയട്ടെ. അതുകൊണ്ട് സോറി കേട്ടോ ജോയ്സ്, ഞങ്ങൾ ഒന്നും വിചാരിക്കരുത്. പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷഭരിതരായി കാത്തിരിക്കുകയാണ് എന്താണ് റിസൾട്ട് എന്ന് അറിയാനായിട്ട്. മനോജേട്ടൻ ഉള്ള ദിവസം നമുക്കൊരു എലിമിനേഷൻ നടത്തുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇതൊരു മെഗാ ഫൈനലാണ്. ആ കോമ്പറ്റീഷന്റെ ആ ഒരു ചൂടും ആവേശമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും പറയുക നിവൃത്തിയുള്ളൂ. പറയട്ടെ ജോയ്സ്. ജോയ്സ് ഇവിടെ നിന്ന് പോയാലും ജോയ്സ് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണണം. അത് ജോയ്സ് തന്നെ പലരും കാണുന്നുണ്ടല്ലോ. ഇവിടെ പോയ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. വരില്ലേ? ജോയ്സ് ഇവിടുത്തെ ആൾ തന്നെയാണ്, നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ റിസൾട്ട് പറഞ്ഞിട്ടില്ല, ഇവിടെ പറയുകയാണെങ്കിൽ ജോയ്സ് ഇവിടെ തന്നെ വേണം. കോറസിനും അതേപോലെ നമ്മുടെ ബാക്കി മ്യൂസിക്കൽ വോയിസിനും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ തന്നെ കൂടി ഉണ്ടാവണം. അധികം ടെൻഷൻ അടിപ്പിക്കേണ്ടത്. ജോയ്സ് എന്തായാലും ഈ ഒരു ഡേഞ്ചർ സോണിൽ ജോയ്സ് പാടിയ പാട്ടിന് നമ്മുടെ ജഡ്ജസ് മാർക്ക് ഇട്ടു. ആ മാർക്ക് വെച്ച് കൂട്ടുമ്പോൾ റിസൾട്ട് പറയുന്നത് ജോയ്സ് യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ് ജോയ്സ്. നന്നായിട്ട് പാടി. ശ്രുതിയായിരുന്നു. സംഗതികളൊക്കെ ഒരുപാട് കേട്ടോ. ഞാൻ അധികം ടെൻഷൻ എടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു സൈഡിൽ നിന്ന് പിടിച്ചു പോകുന്നു. ഞാനും കൂടെ ചേരാന്ന്. ഞങ്ങളുടെ 3 പേരുടെ ആക്ടിങ് ഒക്കെ ആയിരുന്നു. ആശ ഒന്നും അറിയാൻ മേലാത്ത പോലെ ഈ നാട്ടുകാരി അറിയില്ല, എനിക്ക് പങ്കില്ല എന്നുള്ള പോലെ. ഞാൻ മിണ്ടാതിരുന്നു, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ലായിരുന്നു. നന്നായിട്ട് ചിരിച്ചേ. അങ്ങനെ ചിരിക്കേ സന്തോഷത്തോടെ. അങ്ങനെ ഞങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുന്ന ഒരാളല്ല ജോയ്സ്. അതാണ് ഞങ്ങൾക്ക് ആ പഴയ റബ്ബർ തോട്ടങ്ങളിലൂടെ നടന്ന് പാട്ട് പാടുന്ന ജോയ്സിനെ തിരിച്ചു വേണം. പാടിക്കൊണ്ടിരിക്കുന്ന ആ ജോയ്സിനെ അച്ചോടാ. കരയാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞങ്ങളുടെ കുറുമ്പി പെണ്ണിനെ ഞങ്ങക്ക് വേണം. അതിലേക്കൂടെ ഇങ്ങനെ റബ്ബർ തോട്ടത്തിലേക്കൂടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് ഇവിടത്തെ മുത്താണ് ജോയ്സ്. പാട്ടൊക്കെ പാടി. ജോയ്സ്, നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ എലിമിനേഷൻ സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ടെൻഷൻ അടുപ്പിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഭാഗത്ത് വരാൻ പാടില്ലാത്ത ആൾക്കാരാണ്. നിങ്ങളെല്ലാവരും വിന്നേഴ്സാണ്, നിങ്ങളെല്ലാവരും വിജയിച്ച് വന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു എലിമിനേഷൻ സമയത്ത് ഇവിടെ വന്ന് ടെൻഷൻ അടിച്ച് പാടി ഞാൻ സേഫ് ആകുമോ അതോ എലിമിനേറ്റ് ആകുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കേണ്ട ഒരാളല്ല. ഇത് നമ്മൾ ധൈര്യം തിരിച്ചു വരണം. അതെ, ഇതൊരു വാശിയായിട്ട് എടുക്കണം. അതിനുള്ളൊരു പരീക്ഷണമാണ്. അതാണ് ഇതൊരു പരീക്ഷണമാണ്. അപ്പോ ജോയ്സ് വിഷമിക്കണ്ട. ഇപ്പൊ ജോയ്സ് വിഷമിക്കുന്നതിനൊക്കെ ഞാൻ നാട്ടുകാരൻ്റെ ഞാനാണ് ഉത്തരം പറയേണ്ടത്. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ നമുക്ക് ഈ ഒരു പരിസരത്തേ വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ടെൻഷൻ അടിപ്പിക്കാനേ പാടില്ല ജോയ്സിനെ എന്ന് മാത്രമല്ല നിങ്ങൾ ആരെയും. ഓക്കെ ജോയ്സ്, ഉഷാറായേ. നമുക്ക് അറിയണ്ട 7 പേർക്കാണ് ഇന്ന് ഗോൾഡൻ ബസ് കിട്ടിയിട്ടുള്ളത്. 7 പേര് നമ്മുടെ കൂട്ടുകാരികളാണല്ലോ. അപ്പൊ അവരിൽ ആരായിരിക്കും ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുമല്ലേ? അപ്പൊ ഓടിപ്പോയി അവിടെ കാത്തിരുന്നോളൂ. ഓടിവാ, അല്ല ഓടിപ്പോക്കോ, ഓടിക്കോ. കൺഗ്രാറ്റുലേഷൻസ്, വെൽക്കം ബാക്ക്. മനോജേട്ടാ, ഇവിടെ ഇനി ഒരു ചെറിയ ചടങ്ങ് കൂടി ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു, മനോജേട്ടൻ വന്നുകൊണ്ട് തന്നെ നമ്മുടെ മ്യൂസിക്കൽ വോയിസിന്റെ കൂടെ മനോജേട്ടൻ ആ രാശിയും ഉണ്ടായിരുന്നു.
അതുകൊണ്ട് പേരിനെമാർ രാശി കെ ജയൻ രാശി മനോജ് ഇതൊക്കെ മനോജ് കെ ജയൻ രാശി കെ ജയൻ എഴുതി വെക്കുന്നുണ്ട് അതെ. മനോജ് കെ ജയൻ ഈ ഈ കുടുംബത്തിന്റെ വീടിന്റെ ഐശ്വര്യം. ഐശ്വര്യം. വീടിന്റെ ഐശ്വര്യം. അപ്പൊ എന്തായാലും എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. നല്ല ഐശ്വര്യത്തോട് കൂടിയിട്ടാണ് മനോജ് ചേട്ടൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ 7 പേർക്കാണ് ഇന്ന് ഗോൾഡൻ ബസർ നേടിയെടുക്കാൻ സാധിച്ചത്. അതിൽ 6 പേർക്കാണ് ഇന്ന് ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാനുള്ള സാധ്യത ഉള്ളത്. കാരണം ഒരാൾ ശ്രുതി എസ് ബാബു ഡേഞ്ചർ സോണിൽ ഒരു പെർഫോമൻസിൽ വന്നു, ഒരു പെർഫോമൻസിൽ ഗോൾഡൻ ബസർ നേടി. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേഞ്ചർ സോൺ വന്നതുകൊണ്ട് ആ ഗോൾഡൻ ബസറിന്റെ ആ പവർ ആ ഡേഞ്ചർ സോണിലൂടെ ഇല്ലാതെ ബാക്കി 6 പേരിൽ ആരായിരിക്കും ഇന്ന് ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കുന്നത് എന്നറിയാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 6 മ്യൂസിക് വോയിസിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീഷ്മ, കീർത്തന, ആതിര വിജയൻ, ആതിര രജേഷ്, നിഖില ആൻഡ് ശ്രീകുട്ടി ശ്രീനാഥ്. 6 പേരും കടന്നു വന്നോളൂ. ഏഴ് പേർക്കാണ് ഇന്ന് ഗോൾഡൻ ബസർ നേടാൻ സാധിച്ചത്. അതിൽ 6 പേരാണ് ഇപ്പൊ എന്റെ ഇടവും വലുവായിട്ട് നിൽക്കുന്നത്. ഇവരിൽ ആരായിരിക്കും ഇന്ന് ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ആഴ്ച ഗോൾഡൻ ചെയർ നേടിയെടുത്ത് ആ കിരീടം ചൂടി നിൽക്കുന്ന കീർത്തനയും ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ 6 പേരിൽ ആർക്കായിരിക്കും കൂടുതൽ മാർക്ക്, അവരായിരിക്കും ഇന്ന് ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളധികം സമയമൊന്നും കളയുന്നില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ആ റിസൾട്ട് പറയുകയാണ്. പറയട്ടെ, കൗണ്ട് ഡൗൺ തുടങ്ങിയാലോ? 10 9 8 7 6 5 4 3 2 1 Trishma! ശ്രീഷ്മ, ഹാപ്പി ആയല്ലോ? ഹാപ്പിയായി. ശ്രീഷ്മ 2ാം പ്രാവശ്യമാണോ? ഇല്ല ഇരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാൻ പോകുന്നത്. അപ്പൊ കീർത്തന, ആ കിരീടം ദാ അടുത്ത ആളെ ചൂടിക്കാനുള്ള സമയമായി. ആ കിരീടം ചൂടിച്ചോളൂ, എന്നിട്ട് കൈയും പിടിച്ചത് ആ ഗോൾഡൻ ചൈൽഡിൽ കൊണ്ടുപോയി ഇരുത്തിക്കോളൂ. പിന്നെ ശ്രീഷ്മ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ സമ്മാനമുണ്ട്. ഹാപ്പി ജാംസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ്. അത് വേണ്ടേ? അപ്പോ ശ്രീഷ്മ, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ ഗോൾഡൻ ചെയർ നേടിയെടുത്ത വിന്നറാണ് ശ്രീഷ്മ. ദാ പിടിച്ചോളൂ ഗിഫ്റ്റ്. ഹാപ്പി ജാംസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ്. കൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി. അപ്പോ കീർത്തന, കൈ പിടിച്ച് നമ്മുടെ ശ്രീഷ്മയെ ആ ചെയറിൽ കൊണ്ട് ഇരുത്തിക്കോളൂ. ശ്രീഷ്മ, ആദ്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോ ഇനിയുള്ള ആഴ്ചകളിൽ ആ കസേര ശ്രീഷ്മയുടെ കയ്യിൽ തന്നെ ഭദ്രമാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോ നിങ്ങളെല്ലാവരും ഒട്ടും പുറകിലല്ല, ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾ ഒന്ന് പുറകോട്ട് പോയിരിക്കുന്നത്. നമുക്ക് അടുത്ത തവണ നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മനോജേട്ടാ, അങ്ങനെതാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. മനോജേട്ടൻ തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തി. നമുക്ക് വേണ്ടി ഒരുപാട് ഗാനങ്ങൾ പാടി തന്നു, ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. അപ്പോൾ ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി തിരിച്ചും പറയുന്നു. എനിക്ക് അവസരം തന്നതിന്, ഇത്രയും നല്ലൊരു ഷോയിൽ ഒരു ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചതിലും, എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഇവരുടെ കൂടെ എനിക്കിരിക്കാനും സംസാരിക്കാനും പാടാനും ഒക്കെയുള്ള അവസരം തന്നതിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുന്നു. ഈ വീട്ടമ്മമാർ അവർ റിയൽ സ്റ്റാർസാണ്. അവരുടെ കുടുംബത്തിലെ പ്രാരബ്ധം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവർക്ക് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്. മക്കളുടെ കാര്യവും അച്ഛൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും ഒക്കെ അവർ കുറച്ച് മാറ്റി വെച്ചിട്ട് അവരോടുള്ള ടാലൻറ്റ് ഇത്രയും തേച്ച് മിനുക്കി അവരേറ്റവും ബ്രൈറ്റായിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നു. അതിനുള്ള സമയം കണ്ടെത്തുന്നു. അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാർ, അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാനും നിങ്ങളുടെ പാട്ട് കേൾക്കാനും സാധിച്ചിട്ടുള്ള ഒരുപാട് സന്തോഷവും എൻ്റെ അഭിനന്ദനങ്ങളും വീണ്ടും അറിയിക്കുന്നു. അപ്പൊ ജഡ്ജസ്,
നമ്മളിതാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ ഇന്നത്തെ എപ്പിസോഡിന് ഇവിടെ തിരശ്ശീല വിരാമം ഇടുകയാണ്. അപ്പൊ അടുത്ത ആഴ്ച പുതിയ റൗണ്ടുകൾ, പുതിയ ആവേശ പോരാട്ടം അല്ലേ? അപ്പൊ പ്രേക്ഷകർ കാത്തിരുന്ന് കാണട്ടെ. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ. സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ, co-powered by Milky Mist, MCR Pure Cotton Club and Sunfish EP Noodles. Bye. Good night.